കോൺഗ്രസിലെ സാധാരണക്കാരായ പ്രവർത്തകർ, ചില നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പായി മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം എന്നത്, എന്നാൽ മാത്രമേ സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ ഒരു ഊളം ഉണ്ടാവുകയുള്ളൂ. അതായത് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ മത്സരം ഒരു വലിയ ട്രെൻഡായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ UDFൽ ഏറ്റവും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ മണ്ഡലം എന്ന രീതിയിൽ KK ശൈലജയ്ക്ക് മുൻതൂക്കം പ്രവചിച്ചിരുന്ന മണ്ഡലത്തിൽ ഷാഫിയുടെ വരവോടുകൂടി ആ രീതിയിലുള്ള എല്ലാ പ്രതീക്ഷകളും CPIMൻ്റെ അസ്തമിക്കുകയും ഷാഫി അവിടെ 1.25 ലക്ഷം വോട്ടിന് ജയിക്കുകയും ചെയ്തു. എന്നാൽ നിയമസഭയിൽ ചില നേതാക്കൾ കടന്നു വന്നാൽ CPIM ഈ കെട്ടിപ്പൊക്കുന്ന മൂന്നാം ഭരണ തുടർച്ച, അതായത് മൂന്നാമത് പിണറായി അധികാരത്തിൽ വരും എന്നത് കുമിള പോലെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയാണ് കാണുന്നത്. K മുരളീധരനും അടൂർ പ്രകാശും അതുപോലെ തന്നെ ചില പ്രമുഖരായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുന്നവർ പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചാൽ ഓളമുണ്ടാവും. K സുധാകരനൊക്കെ അങ്ങനെയുള്ള വ്യക്തിത്വം ആണ്. ദേശീയ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ ഉചിതം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ മത്സരിക്കുന്നതാണ്. കാരണം എതിരിടുന്നത് CPMനോടാണ്. CPMന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വിലയുമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രതിനിധികൾ എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ സഹായത്തോടെ രാജസ്ഥാനിലെ സിക്കാറിൽ നിന്നും തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും ദിണ്ടിഗലിൽ നിന്നും ഒക്കെ ജയിച്ച MPമാരാണ് ആകെ ഉള്ളത്. പിന്നെ ആകെ ഉള്ളത് ഒരു K രാധാകൃഷ്ണനാണ്. അദ്ദേഹം പാർലമെൻറ്റിലാണെങ്കിൽ ചെന്ന് സംസാരിക്കാൻ പോലും കൃത്യമായി പറ്റുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ചയെന്ന് അഹങ്കരിക്കുന്ന CPIMന് തകർത്തെറിയാൻ കോൺഗ്രസിന് നേതാക്കളില്ലാഞ്ഞിട്ടല്ല, കൃത്യമായി സെലക്റ്റീവായി വിന്നബിലിറ്റി ക്രൈറ്റീരിയ കൊണ്ടുവന്നാൽ വിജയിക്കാൻ പറ്റുന്ന ലിസ്റ്റ്, അതാണ് ഇപ്പോൾ പുറത്തുവിടാൻ UDF ആലോചിക്കുന്നത്. കൺവീനർ സ്ഥാനത്ത് എത്തിയതോടെ അടൂർ പ്രകാശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായി. ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഒരു ബൈ ഇലക്ഷൻ നടന്നാലും ആ സീറ്റിനേക്കാൾ പ്രാധാന്യം നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ സീറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അടൂർ പ്രകാശിൻ്റെ കോന്നി എഫക്റ്റിൽ തീർച്ചയായും പത്തനംതിട്ടയിൽ ഒരുപക്ഷെ 2-3 സീറ്റുകൾ തിരികെ കിട്ടാം. നിലവിൽ പത്തനംതിട്ടയിൽ കോൺഗ്രസിനും UDFനും ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ളത് ആലോചിക്കണം. അത്തരത്തിൽ തന്നെയാണ് K മുരളീധരൻ വട്ടിയൂർക്കാവിൽ വന്നാൽ തിരുവനന്തപുരത്ത് നഗരഹൃദയങ്ങളിൽ ഒരു ഇളക്കമുണ്ടാകും. കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അത്തരത്തിൽ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് UDF ആലോചിക്കുന്നത്. അതായത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായി പ്രവൃത്തിയിലൂടെ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി പല നേതാക്കളെ, കണ്ണൂരിൽ K സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആവശ്യം ഏറി വരികയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഒരിടത്ത് മത്സരിച്ചാൽ ആ മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണ് എന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയാവുന്നത്. അതുപോലെ തന്നെ ചർച്ചയാവുന്ന മറ്റൊരു കാര്യം PM സുധീരൻ്റെ വിഷയമാണ്. അദ്ദേഹം മണലൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം മണലൂരിലെ കോൺഗ്രസ് കമ്മിറ്റി ഐക്യകണ്ഠേന പാസാക്കിയ ഒരു കാര്യമാണ്. ഇങ്ങനെ പോകുന്നു നീണ്ട നിരയിൽ ലിസ്റ്റ്. പ്രാഗൽഭ്യവും ജനപ്രിയതയുമുള്ള നേതാക്കൾ വരട്ടെ എന്ന ആഗ്രഹമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്.